ആമസോണിൻ്റെ ആപ്പിൽ അധികം ആരും യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഓപ്ഷനാണ് ആമസോൺ ഫ്രഷ് അഥവാ ആമസോൺ ഗ്രോസറി. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആമസോൺ പേയുടെ ഇപ്പുറത്ത് കാണാൻ പറ്റും ആമസോൺ ഫ്രഷ് അല്ലെങ്കിൽ ഗ്രോസറി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസറിയുടെ കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ കാറ്റഗറീസിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ജിയോ മാർട്ടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോൺ ഫ്രഷിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആമസോൺ ഫ്രഷിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും ഫ്ലാറ്റ് 100 ക്യാഷ് ബാക്ക് എന്ന് കാണാൻ പറ്റും. ഇത് എക്സ്ക്ലൂസീവ് ഓഫറാണ്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആമസോൺ ഫ്രഷിൻ്റെ ഫസ്റ്റ് ഓർഡറിന് നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. പക്ഷേ കണ്ടീഷൻ ഉള്ളത് നിങ്ങൾ 999 രൂപയ്ക്ക് മിനിമം പർച്ചേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 100 ക്യാഷ് ബാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കവിടെ കളക്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ടുണ്ട് മിനിമം 999 രൂപയ്ക്ക് നിങ്ങൾ കാർട്ട് വാല്യൂ ഉണ്ടാവണം. അപ്പോൾ ആ 100 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കളക്ട് നൗ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫെബ്രുവരി 6 വരെയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും MRPയിൽ നിങ്ങൾക്ക് 40% വരെ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിഡൻ ചാർജുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു 499 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് അടക്കം ലഭിക്കും. അപ്പോൾ നിങ്ങൾ കടകളിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിലെ പ്രൈസും ഇവിടുത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് വില കുറവാണെങ്കിൽ മാത്രം ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ 4 സ്റ്റെപ്പ് ക്വാളിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പിന്നെ 2 to 4 hour ഡെലിവറി സ്ലോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് വാങ്ങിക്കാവുന്നതാണ്. ആദ്യം പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡെയിലി വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് കടകളിൽ നിന്ന് എത്ര രൂപ വ്യത്യാസമുണ്ട്, അതുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്ത് കാണാം ഗെറ്റ് ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർട്ടിൽ 397 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 102 രൂപയും കൂടെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്താൽ എനിക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കൃത്യമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ആമസോൺ ഫ്രഷ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഇവിടെ എൻ്റെ പിൻകോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻകോഡ് കൊടുത്തിട്ട് അവൈലബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയാസിലും ആമസോൺ ഫ്രഷ് അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അവൈലബിൾ ആണോ എന്ന്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മിക്ക പ്രോഡക്ട്സിനും അത്യാവശ്യം വിലക്കുറവുണ്ട്. ഒത്തിരി വലിയ വിലക്കുറവല്ലെങ്കിലും നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ വിലക്കുറവ് പോലും നമുക്കത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോഡക്റ്റും വില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അഡ്രസ്സ് കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആമസോൺ പേ ഉപയോഗിച്ചാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേയുടെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആമസോൺ ഫ്രഷ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.